ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് അവർ ചാനൽ. നമ്മളിന്ന് സ്റ്റാൻഡപ്പ് കോളറോട് കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ഏതൊരാൾക്കും സ്വന്തമായിട്ട് ഇതിൻ്റെ കോളറൊക്കെ എങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടതെന്നുള്ള കാൽക്കുലേഷനൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുകയും നമുക്കൊരു ഇൻസ്റ്റയും ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയൊക്കെ ചെയ്യണേ. നമ്മളിവിടെ 2.5 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. നമ്മൾ അതിനെ ഇതുപോലെ നിവർത്തി 4ആയിട്ട് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മളുടെ ആവശ്യത്തിന് വിഡ്ത്തിൽ മാത്രമാണ് നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുന്നത്. ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. അപ്പം നമുക്ക് ആവശ്യത്തിന് വിഡ്ത്തെന്ന് പറയുന്നത് ബാക്കി ഭാഗം നമുക്ക് നമ്മളുടെ സ്ലീവൊക്കെ കട്ട് ചെയ്യാനായിട്ട് എടുക്കുകയും ചെയ്യാവേ. അപ്പോൾ ആവശ്യത്തിന് വിഡ്ത്ത് എടുക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് നമുക്ക് പറയാവേ. നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് എത്രയാണോ കിട്ടുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 2-3 ഇഞ്ച് കൂടെ കൂടുതൽ കൊടുക്കുക. ആ രീതിയിലായിരിക്കണം നമ്മളിതുപോലെ മടക്കി കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഒരു 12-13 ഇഞ്ചോളമാണ് ഇങ്ങനെ ഒരു സൈഡിൽ വരുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ നമ്മുടെ ക്ലോത്തിനെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ലെവൽ ചെയ്ത് കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഒരു 2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താലും മതി. നമ്മളിപ്പോൾ ഒരു 2 ഇഞ്ച് അങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ കൊടുത്തതിന് ശേഷം നമ്മൾ ടോട്ടൽ ഷോൾഡർ എത്രയാണോ അതിൻ്റെ നേരെ പകുതി കാണുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ നമ്മൾ കൂടുതൽ കൊടുത്താണ് ഷോൾഡർ മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് 14 ഇഞ്ചാണ് ടോട്ടൽ ഷോൾഡർ. അതിൻ്റെ നേരെ പകുതി എന്ന് പറയുമ്പോൾ 7 ഇഞ്ച്. അതിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ച് കൂടെ കൂട്ടുമ്പം 8 ഇഞ്ചാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത ഈ പോയിന്റിൽ നിന്ന് നമ്മളൊരു 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഏതളവുകാരാണെങ്കിലും നമ്മുടെ സ്റ്റാൻഡപ്പ് കോളറിന് വേണ്ടി ഇങ്ങനെ 1.5 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ പോയിന്റിൽ നിന്നാണ് നമ്മളുടെ ആം ഹോൾ കൊടുക്കുന്നത്. നമ്മൾ നോർമലായിട്ട് എത്രയാണോ കൊടുക്കുന്നത് അത് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ 7 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ചെസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ലൂസും 2 ഇഞ്ച് തയ്യൽ തുമ്പുമാണ് കൊടുത്തിരിക്കുന്നത്. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റുകൾ തമ്മിലുള്ള നമ്മൾ ആ 1.5 ഇഞ്ചിൽ നിന്നാണ് താഴേക്ക് അളക്കുന്നത്. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ കണ്ട് നമ്മൾ ആം ഹോൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഈ ഒരു ഭാഗത്തെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു 1.25 ഇഞ്ചായിരിക്കും. നമ്മൾ ബാക്ക് ആം ഹോൾ മാത്രമേ ഇപ്പോൾ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് ഈ പറഞ്ഞ പോലെ എല്ലാം ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി നമ്മൾ നെക്കിനായിട്ടുള്ള കാൽക്കുലേഷനാണ് പറയുന്നത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പം നമുക്ക് 36 ഇഞ്ചാണ്. അതിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പോൾ നമുക്ക് 3 ഇഞ്ചെന്ന് കിട്ടും. ആ 3 ഇഞ്ചായിരിക്കും നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത്. അപ്പോൾ ആ 3 ഇഞ്ച് നമ്മൾ അങ്ങനെ അങ്ങ് കൊടുക്കുകയല്ലേ ചെയ്യുന്നത്. അതിൽ നിന്ന് 1/4 ഇഞ്ച് നമ്മൾ കുറയ്ക്കും. കാരണം ഇത് നല്ല ക്ലോസ് ആയിട്ട് നമ്മളുടെ നെക്ക് വരാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമുക്ക് 3 ഇഞ്ചിൽ നിന്ന് 1/4 ഇഞ്ച് കുറയ്ക്കുമ്പോൾ 2.25 ഇഞ്ചാണ്. ആ 2.25 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മളുടെ നെക്കിൻ്റെ വിഡ്ത്ത് 2.25 ഇഞ്ചാണ്. ഓരോരുത്തരും അവനവൻ്റെ അളവ് എത്രയാണോ അതാണ് കൊടുക്കേണ്ടത്. ഈ പറഞ്ഞ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മൾ നേരെ മുകളിലേക്ക് ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. 1.25 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മളുടെ ഷോൾഡറിന് വരച്ചിരിക്കുന്ന പോയിന്റിൽ നിന്ന് ഒരു 1.25 ഇഞ്ച് നമ്മൾ മുകളിലേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നമ്മൾ ഇങ്ങനെ അകത്തേക്ക് നമ്മളൊരു 1/4 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/4 ഇഞ്ച് കൂടെ നമ്മളിവിടെ വിഡ്ത്ത് കൂട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ അങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ഷോൾഡറിനായിട്ട് മാർക്ക് ചെയ്ത പോയിൻറ്റും നമ്മുടെ ആം ഹോളിൻ്റെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റുകൾ തമ്മിൽ ഇതുപോലെ നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പോയിൻറ്റുകൾ തമ്മിൽ നമ്മളിങ്ങനെ യോജിപ്പിച്ച് കൊടുക്കുന്നു. ഇനി നമുക്ക് ഇതിൻ്റെ കറക്റ്റ് സെൻറ്റർ ഈ പോയിൻറ്റുകൾ തമ്മിലുള്ളത് ഓരോരുത്തർക്കും വ്യത്യസ്തമായ അളവായിരിക്കും. അവനവൻ്റെ ചെസ്റ്റ് അളവ് പോലെ ഇരിക്കുവേ. എന്നിട്ട് ആ എത്രയാണോ കറക്റ്റ് സെൻറ്റർ കിട്ടുന്നത് ആ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട്
ആ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് നമ്മൾ അകത്തേക്ക് നമ്മളുടെ ആ നെക്കിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് അകത്തേക്ക് 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഇനിയും നമ്മൾ ഇപ്പം ഈ ഒരു 1/4 ഇഞ്ച് നമ്മളിവിടെ ഇട്ടതും ഈ 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തതും തമ്മിൽ ഇതുപോലെ നമ്മളൊരു ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല രീതിയിൽ നമ്മളവിടെ ഒന്ന് വളച്ച് ഷേപ്പാക്കി കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഷോൾഡറായി വരുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ ആ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് നമ്മളൊരു 6 ഇഞ്ച് വരെ എടുക്കാവേ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5.5 ഇഞ്ച് എടുത്തിട്ടുള്ളൂ. അപ്പം നമുക്ക് ഓരോരുത്തർക്കും 6 ഇഞ്ച് വരെ, കൂടി വന്നാൽ 6 ഇഞ്ച് വരെ കൊടുത്താൽ മതിയേ. 6 ഇങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ആ ഒരു ഭാഗം നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ നെക്കിൻ്റെ ലെങ്താണ് ഈ പറയുന്നത്. ഇനി നമ്മൾ നമ്മളുടെ നെക്കിനെ കോളറാക്കി മാറ്റുന്നതിനുള്ള ലെങ്താണ് എടുക്കുന്നത്. അതിനൊരു കാൽക്കുലേഷൻ മെത്തേഡുണ്ട്, അത് പറയാവേ. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എത്രയാണോ അതിനെ നമ്മൾ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നതിൻ്റെ കൂട്ടത്തിൽ നമ്മളൊരു 3/4 ഇഞ്ച് കൂടെ നമ്മൾ കൂട്ടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് എന്ന് പറയുന്നത് 36 ഇഞ്ചാണ്. അതിനെ നമ്മൾ 36 ഡിവൈഡഡ് ബൈ 12 എന്ന് പറയുമ്പം നമുക്ക് 3 ഇഞ്ച് എന്നാണ് കിട്ടുന്നത്. ആ 3യുടെ കൂട്ടത്തിൽ നമ്മൾ 0.75 കൂടെ കൂട്ടണം. അപ്പം നമുക്ക് 3.75 എന്ന് കിട്ടും. അതായത് 3.25 ഇഞ്ച് എന്ന്. ഓരോരുത്തരും അവനവൻ്റെ അളവാണ് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ എന്നിട്ട് അതിനെ ഒരു ബോക്സ് ആക്കി ഇങ്ങനെ എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഷോൾഡറിനായിട്ട് അകത്തേക്ക് ആ 1/4 ഇഞ്ച് കൊടുത്തിരിക്കുന്ന ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഷേപ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഓപ്പൺ ആക്കേണ്ട, ഒരുപാട് ക്ലോസും ആക്കേണ്ട. എന്നിട്ട് ഇവിടെ വരുമ്പോഴത്തേന് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഷേപ്പാക്കി ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മൾ ഈ പോയിൻറ്റിലേക്ക് എത്തുമ്പം നമുക്കിവിടെ എന്ത് ഡിസൈൻ വേണമെങ്കിലും കൊടുക്കാവേ. അവിടം വരെ നമ്മൾ അങ്ങനെ വരച്ച് കൊണ്ടിരിക്കുക. എന്നിട്ട് താഴേക്കുള്ള ആ ഒരു നമ്മുടെ പോയിൻറ്റ് താഴെ വരച്ചിട്ടിട്ടില്ലേ, അവിടേക്കാണ് നമ്മൾ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ഒരു 1/4 ഇഞ്ച് വഴി 1/4 ഇഞ്ച് ഈ സൈഡിൽ നമ്മൾ വിട്ത് കൊടുത്ത്, ഇപ്പം വരയ്ക്കുന്നതിൻ്റെ ആ ഒരു വിട്ത് എന്ന് പറയുന്നത് 1/4 ഇഞ്ച്. ആ രീതിയിലാണ് നമ്മളിങ്ങനെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ മുകളിൽ വരച്ചിരിക്കുന്ന ആ പോയിൻറ്റിൽ നിന്ന് നമ്മൾ ഈ 6 ഇഞ്ച് എന്ന് പറഞ്ഞ് ഷോൾഡറിൽ നിന്ന് വരച്ചിരിക്കുന്ന പോയിൻറ്റില്ലേ, അപ്പോൾ അതിൻ്റെ തന്നെ രണ്ടിൻ്റെ ഇടയ്ക്കൊരു ഡിസ്റ്റൻസ് ഉണ്ടല്ലോ. അപ്പോൾ അവിടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷേപ്പ് വേണമെങ്കിൽ കൊടുക്കാവേ. അപ്പോൾ നമ്മൾ ഇതിന് മുന്നേ ഒരു സ്റ്റാൻഡപ്പ് കോളർ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. അപ്പോൾ അതിൽ നമ്മൾ അവിടെ ഒരു ഷേപ്പാണ് കൊടുത്തിരിക്കുന്നത്, ഒരു റൗണ്ട് ആയി നമ്മുടെ ഒരു ഐയുടെ ഒക്കെ ഷേപ്പ് വരുന്നത് പോലെ നമ്മൾ ആ ഒരു മെത്തേഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മൾ അല്ലെങ്കിൽ ഒരു ഡ്രോപ്സ് വരുന്നത് പോലെ, അപ്പം നമുക്ക് റെയിൻ ഡ്രോപ്സ് വരുന്നത് പോലെയൊക്കെയുള്ള ഒരു ഷേപ്പാണ് നമ്മൾ അതിന് കൊടുത്തിരിക്കുന്നത്. അപ്പം നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും കൊടുക്കാം. ബാക്കി എല്ലാ ഭാഗങ്ങളും ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്നാണ് നമ്മുടെ വേസ്റ്റ് റൗണ്ട് പോയിൻറ്റ് കണ്ടെത്തേണ്ടത്. നമ്മളൊരു 13.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. നമ്മുടെ ടോട്ടൽ വേസ്റ്റിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് ആ കിട്ടുന്നത് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളൊരു 1/2 ഇഞ്ച് ലൂസ് കൊടുക്കാം. എന്നിട്ട് ലൂസ് കൊടുക്കുന്ന ഓപ്ഷണലാണ്. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ തയ്യൽ തുമ്പും കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ പോയിൻറ്റുകളെ തമ്മിൽ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ നോർമൽ ഒരു കുർത്തിക്കോ ചുരിദാറിനോ ചെയ്യുന്നത് പോലെ തന്നെയാണ്. ഇനി നമ്മൾ ഈ ഷോൾഡർ പോയിൻറ്റ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചോണം. ആ പോയിൻറ്റിൽ നിന്ന് നമ്മുടെ ഹിപ്പ് പോയിൻറ്റിലേക്ക് മാർക്ക് ചെയ്യുകയാണ്. നമ്മളൊരു 19 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമ്മളുടെ ടോട്ടൽ ഹിപ്പിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അത് ഓരോരുത്തർക്കും കിട്ടുന്നത് എത്രയാണോ അതാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, 1 ഇഞ്ച് മാത്രമേ നമ്മൾ സ്ലിറ്റിന് ഇങ്ങനെ നമ്മൾ കൂടുതലിട്ട് കൊടുക്കാവുള്ളൂ. നമ്മൾ ബാക്കിയുള്ളിടത്തെല്ലാം നമ്മൾ 2 ഇഞ്ചും 1/2 ഇഞ്ച് ലൂസും ഒക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇവിടെ വരുമ്പോൾ മാത്രം നമ്മൾ ഹിപ്പിന് കറക്റ്റ് അളവിൻ്റെ കൂട്ടത്തിൽ 1 ഇഞ്ചേ നമ്മൾ കൂടുതൽ കൊടുക്കാവുള്ളേ. അല്ലെങ്കിൽ നമുക്ക് തയ്ച്ച് വരുമ്പോൾ അപ്പടി ചുളുക്കമായിട്ട് നമുക്ക് നീറ്റായിട്ട് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാനേ പറ്റത്തില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇനി ബാക്കി ഭാഗങ്ങളെല്ലാം നമ്മളിങ്ങനെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ചെയ്ത് നല്ല വൃത്തിക്ക് നമ്മളിങ്ങനെ എടുത്തിരിക്കുകയാണ്. ഇനി ബാക്കി നമുക്ക് ബോട്ടം ഭാഗം എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് നോക്കാമേ. നമ്മൾ ആ 19 ഇഞ്ചിൽ നിന്ന് നമ്മൾ താഴേക്ക് വീണ്ടും അളക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ഹിപ്പ് പോയിൻറ്റിൽ നിന്ന് നമുക്ക് ബോട്ടം വരെ എത്രയാണോ ലെങ്ത് വേണ്ടത്, നമ്മളൊരു 45 ഇഞ്ചോളം ലെങ്ത് എടുക്കുന്നുണ്ട്. ഓരോരുത്തരും അവനവന് വേണ്ട ലെങ്ത് എത്രയാണോ അതങ്ങ് മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ പോയിൻറ്റ് ഇതുപോലെ ഇങ്ങനെ
നമ്മൾ വലിച്ചു കൊടുക്കുകയാണ്. ഇനി നമുക്ക് ബോട്ടം ഭാഗത്തിൻ്റെ വിഡ്ത്ത് നോക്കാവേ. നമുക്കൊന്നെങ്കിൽ ഈ ഹിപ്പ് അളവിന് നമ്മൾ എത്രയാണോ കൊടുത്തിരിക്കുന്നത് അത് തന്നെ അങ്ങ് നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്കൊരു 2 ഇഞ്ച് വരെ കൂടുതൽ, 1 2 2.5 ഇഞ്ച് വരെ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ കൊടുക്കാം. നമ്മളൊക്കെ ആ ഒരു രീതിയിൽ എങ്ങനെയാണോ വേണ്ടത് അത് നമുക്ക് വിഡ്ത്തായിട്ട് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ കൊടുക്കുക. എന്നിട്ട് ഈ പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിങ്ങനെ വരച്ചങ്ങ് സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളുടെ ആ പോയിൻറ്റിലേക്ക് അങ്ങ് കൊടുത്തേച്ചാൽ മതിയേ. ഇനി നമ്മൾ എങ്ങനെയാണോ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് നമ്മൾ ആ തയ്യൽ തുമ്പൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നിടത്തൂടെയാണ് ഇങ്ങനെ കട്ട് എടുക്കേണ്ടത്. ഇനി നമ്മൾ ആ ഹിപ്പിൻ്റെ ഭാഗത്തും വെസ്റ്റിൻ്റെ ഭാഗത്തും ഇതുപോലെ നമ്മളിങ്ങനെ പിടിച്ച് ഒന്ന് സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്താൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളരെ യൂസ്ഫുൾ ആകും. അതിനുവേണ്ടിയാണ്. ഈ ബാക്കി എല്ലാ ഭാഗങ്ങളും ഇങ്ങനെ ചെയ്തു. നമ്മൾ ഈ നെക്കിൻ്റെ ഭാഗം ഇതുപോലെയാണ് ഇങ്ങനെ കട്ട് ചെയ്തു. എന്നിട്ട് ഷോൾഡർ നമ്മൾ ഇതുപോലെ ഒരുമിച്ചിട്ട് ഷോൾഡറും ആം ഹോളും അങ്ങ് കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാലൻസ് ഉള്ളതാണ് നമ്മൾ സ്ലീവിനായിട്ടൊക്കെ ഉപയോഗിക്കുന്നത്. ഇനി നമ്മൾ ഇതിനെ ഇങ്ങനെ സെപ്പറേറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇപ്പം ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനും ഒരുപോലെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ ഇത് ഫ്രണ്ട് പോർഷനും ഇത് ബാക്ക് പോർഷനുമായിട്ട് നമ്മളിങ്ങനെ മാറ്റുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളൊരു ഇൻ്റർഫേസിങ് എടുക്കുന്നു, ബക്കറും എടുക്കുന്നു. എന്നിട്ട് നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഇതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് ഒരു 1/4 ഇഞ്ച് വിഡ്ത്തിൽ നമ്മളിതുപോലെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് ഇവിടം വരെ വരയ്ക്കുന്നു. എന്നിട്ട് ബാക്കി ഭാഗം ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്ക് നമുക്ക് ഇത് വേറൊരു മോഡൽ നമ്മളിതിന് മുന്നേ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാവേ. ഇനി നമ്മൾ ഒരു 1 ഇഞ്ചാണ് നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു ഇൻ്റർഫേസിങ് മടക്കി വന്നപ്പം വിഡ്ത്ത് കിട്ടുന്നത്. അപ്പം നമ്മളിപ്പോൾ 1 ഇഞ്ചേ ഇങ്ങനെ വീതി കൊടുക്കുന്നുള്ളൂ. അപ്പം നമുക്ക് ഒരു 1.25 വരെ വേണമെങ്കിലും ഇങ്ങനെ ഈ ഒരു വീതി കൊടുക്കാവേ. നമ്മളിപ്പോൾ 1 ഇഞ്ച് വീതിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്തെടുത്ത് ആ ഭാഗം ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ അങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഇൻ്റർഫേസിങ് നമ്മൾ 2ആയിട്ട് മടക്കിയാണ് ഇതിൻ്റെ നമ്മളുടെ ആ ക്ലോത്തിൻ്റെ അടിയിലേക്ക് നമ്മൾ ആദ്യമേ വെച്ച് കൊടുത്തിരുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ എടുക്കുന്നു. എന്നിട്ട് ഈ നെക്കിൻ്റെ കറക്റ്റ് ഇതുപോലെ നമുക്കിപ്പോൾ ഇങ്ങനെ കിട്ടുവേ. ആ കറക്റ്റ് ഷേപ്പിൽ കിട്ടാൻ വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്തത്. ഇനി നമ്മൾ ബാക്ക് പോർഷൻ എടുക്കുകയാണ് ചെയ്യുന്നത്. അത് നമ്മൾ 2ആയിട്ട് ഫോൾഡ് ചെയ്ത് നമ്മളുടെ ഇൻ്റർഫേസിനെ ഇതിൻ്റെ അടിയിലേക്ക് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുക്കുമ്പോൾ മാറിയൊന്നും പോകാതെ കറക്റ്റായിട്ടായിരിക്കണം നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഒരല്പം ഇങ്ങനെ മുകളിലേക്ക് നിൽക്കുന്ന രീതിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്ത് ആ ഒരു ഭാഗം നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗം കറക്റ്റായിട്ട് ആ ഷേപ്പ് കിട്ടുന്ന പോലെ. എന്നിട്ടൊരു 1.25 ഇഞ്ചാണ് നമ്മൾ ലെങ്ത് കൊടുക്കുന്നത്. ഈ ഒരു 1.25 ഇഞ്ച് നമ്മളിങ്ങനെ കൊടുക്കുന്നു. എന്നിട്ട് ഇവിടെ നമ്മളൊരു 1/4 ഇഞ്ച് നമ്മൾ ഈ ഒരു പോയിൻറ്റിൽ നിന്ന് 1/4 ഇഞ്ച് ഒന്ന് നമ്മൾ വീതി കൂട്ടി കൊടുക്കുന്നുണ്ട്. അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഇതുപോലെ നമ്മളുടെ ബാക്ക് പോർഷൻ്റെ നെക്കിന് വേണ്ടിയുള്ളതാണ് നമ്മളിപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുന്നത്. എന്നിട്ട് ഈ 1/4 ഇഞ്ച് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്തെടുത്തുകൂടെ ഇതുപോലെ നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പം നമുക്ക് ഫ്രണ്ട് പോർഷൻ്റെയും ബാക്ക് പോർഷൻ്റെയും നെക്കിൻ്റെ ഭാഗം കിട്ടിയിട്ടുണ്ട്. ഇതിൻ്റെ സെൻറ്റർ നമ്മൾ ഇതുപോലെ ഒന്ന് ഇങ്ങനെ സ്മോൾ കട്ടിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതുപോലെ അയൺ ചെയ്തൊന്ന് അറ്റാച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡ് മടക്കാനായിട്ടുള്ള ക്ലോത്ത് മാത്രം നിർത്തി ഇതുപോലെ ഒന്ന് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മൾ ബാക്ക് പോർഷന് അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഈ സ്ട്രെയിറ്റ് ആയിട്ടുള്ളിടത്ത് മാത്രം നമ്മൾ ഇങ്ങനെ മടക്കി കൊടുക്കാൻ വേണ്ടിയുള്ളത് ഒന്നിങ്ങനെ നിർത്തുക. എന്നിട്ട് ബാക്കി 3 സൈഡ് നമ്മൾ അതിനോട് ചേർത്തങ്ങ് കട്ട് ചെയ്ത് നമ്മുടെ ഇൻ്റർഫേസിങ്ങുമായിട്ട് കറക്റ്റ് അളവിലാണ് നമ്മൾ ഈ ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ, കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണേ. അതുപോലെ തന്നെ തയ്യലൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഷെയർ കൂടെ ചെയ്തൊക്കെ കൊടുക്കണേ. നമ്മളിപ്പോൾ ഇങ്ങനെ ഈ ഒരു സൈഡ് ഇതുപോലെ നമ്മളുടെ ആ ഒരു ഇൻ്റർഫേസിങ്ങും നമ്മുടെ ക്ലോത്തൂടെ തമ്മിലൊന്ന് അറ്റാച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ഇൻസ്റ്റയുണ്ട്, ഫേസ്ബുക്കും ഉണ്ട്, അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഇപ്പം ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ ഒരു ഭാഗം നമ്മൾ നീണ്ടു നിൽക്കുന്ന ഒന്ന് കട്ട് ചെയ്ത് കൊടുത്ത് അകഭാഗത്ത് നമ്മൾ ഒരല്പം തയ്യൽ തുമ്പിട്ട് ബാക്കി ഇങ്ങനെ കട്ട് ചെയ്ത് എടുത്തിരിക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ നമ്മളിപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷനിലേക്ക് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത്
നമ്മൾ ഈ ഇൻ്റർഫേസിങ്ങിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിനാണ് നമ്മൾ 1.25 ഇഞ്ച് വിഡ്ത്ത് കൊടുക്കാനായിട്ട് പറഞ്ഞത്. നമ്മളിപ്പോൾ 1 ഇഞ്ചേ വിഡ്ത്ത് കൊടുത്തിട്ടുള്ളൂ ഇൻ്റർഫേസിങ്ങിൻ്റെ വിഡ്ത്ത്. അപ്പം അത് ഒരു 1.25 കൊടുത്താൽ മതി. എന്നിട്ട് ആ ഇൻ്റർഫേസിങ്ങിൻ്റെ സൈഡിൽ കൂടി തന്നെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പോയിൻ്റ് വരുമ്പോൾ നമ്മളവിടെ സൂചി കുത്തി വയ്ക്കുക. എന്നിട്ട് നമ്മൾ ഇപ്പുറത്തെ സൈഡിലേക്ക് ആ വിഡ്ത്തിൻ്റെ അത്രയും സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്ന് അവിടെയും സൂചി കുത്തി നമ്മൾ ഇതുപോലെ തിരിച്ചെടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. നെക്കൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ വളരെ സ്ലോയിൽ വളരെ നീറ്റായിട്ട് വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട്. നമുക്കിപ്പോൾ നല്ല വൃത്തിക്ക് നമ്മൾ 2 ടൈംസ് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ കോർണർ ഒന്ന് സ്മോൾ കട്ടിട്ട് ആ ത്രെഡിൽ കട്ട് വീഴരുത്, അത് ശ്രദ്ധിച്ചോണേ. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്ത് നമ്മൾ ഇത് അകത്തേക്കാക്കി കൊടുത്ത് നന്നായിട്ടൊന്ന് അയൺ ചെയ്തുകൂടെ കൊടുത്താൽ മതിയേ. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്ക് കിട്ടുവേ. ഇനി ബാക്ക് പോർഷൻ എടുത്തതിന് ശേഷം നമ്മൾ ആ ബാക്ക് പോർഷൻ്റെ ഈ ഒരു ഭാഗം ആ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഇങ്ങനെ നീണ്ടു നിർത്തിയിട്ട് ഇരിക്കുന്ന ക്ലോത്തിനെ ആ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് മടക്കി കൊടുത്ത് നമ്മൾ അവിടെ മാത്രം ഇങ്ങനെയൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ബാക്ക് പോർഷൻ്റെ കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെയൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്തപ്പോൾ ഇവിടെ സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഇൻ്റർഫേസ്. ആ സെൻറ്ററുകൾ തമ്മിൽ കറക്റ്റായിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളൊരു 1/4 ഇഞ്ച് അകത്തേക്ക് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഈ സൈഡിലേക്ക് ഇങ്ങനെ നമ്മൾ നാരോ ആക്കി കൊടുക്കണം. 2 സൈഡും. സൈഡ് വരുമ്പോഴത്തേനും നമ്മളുടെ ആ സ്ട്രെയിറ്റിലേക്ക് എത്തണം. ആ ഉൾഭാഗം മാത്രം സെൻറ്റർ മാത്രം നമ്മൾ 1/4 ഇഞ്ച് വിട്ട് കിട്ടുന്ന രീതിയിൽ ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ പുറത്തുകൂടിയും നമ്മൾ ആ വെച്ച് കൊടുത്തിരിക്കുന്ന നമ്മുടെ ആ ഒരു സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടിയാണ്, കോളറിൻ്റെ ആ സ്ട്രിപ്പിൻ്റെ പുറത്തുകൂടി നമ്മളൊന്ന് ഇങ്ങനെ പതിച്ച് സ്റ്റിച്ചൂടെ ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഫ്രണ്ട് പോർഷനാണ് എടുക്കുന്നത്. നമ്മളുടെ ആ കോളറിനായിട്ട് കൊടുത്തിരിക്കുന്ന ഭാഗത്തെ ഷോൾഡറുമായിട്ട് ഇതുപോലെ മടക്കി കൊടുത്ത് കറക്റ്റായിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ നമ്മുടെ ബാക്ക് പോർഷൻ്റെയും ഫ്രണ്ട് പോർഷൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ ഒരു 1/4 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ട് ഇതുപോലെ നമ്മൾ 2 ടൈംസ് എല്ലായിടത്തും സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണേ. ഇങ്ങനെ നമ്മൾ ചെയ്തെടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മളിതുപോലെ ഇങ്ങനെ കറക്റ്റായിട്ട് ഈ ഒരു ഭാഗം ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഒരു സൈഡ് കറക്റ്റായിട്ടാണെങ്കിൽ അടുത്ത സൈഡ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഈ പോയിൻറ്റുകൾ തമ്മിൽ സ്റ്റിച്ചിങ് പോയിൻറ്റുകൾ തമ്മിൽ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് അവിടെ ഒന്ന് പിൻകുത്തി നമ്മൾ കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ പോയിൻറ്റിൽ നിന്നാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് തിരിച്ചിങ്ങോട്ട് കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ വരുമ്പോൾ നമ്മളൊരു അല്പം ഇങ്ങനെ ലൂസ് വരുന്ന രീതിയിൽ ഈ സൈഡിലേക്ക് ചേർത്ത് വേണം നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുത്താൽ മതി. കാരണം ഇത് മടക്കി വരുമ്പം നമുക്ക് എല്ലായിടത്തും ഈക്വലായിട്ട് കിട്ടാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇത് മടങ്ങി വരുമ്പോഴത്തേന് കൈത്തയ്യൽ തയ്ച്ച് വരുമ്പം കയറ്റിറക്കം വരുന്ന പോലെ വരും. അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്യുമ്പം നമ്മുടെ ആ സ്ട്രിപ്പിന് ഒരു അല്പം ലൂസ് ഇട്ട് വേണം നമ്മൾ ചെയ്തെടുക്കാനായിട്ട്. ഇപ്പം നമ്മൾ നല്ല നീറ്റായിട്ട് ചെയ്തെടുത്ത് ഈ അകത്തുള്ളതെല്ലാം കൈത്തയ്യലെല്ലാം തയ്ച്ച് കൊടുത്ത് നമുക്ക് വേണമെങ്കിൽ മെഷീനറി സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ കൈത്തയ്യലാണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നല്ല വൃത്തിക്ക് നമ്മളിങ്ങനെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുകയാണ്. നമ്മൾ 1 ഇഞ്ച് കൂടെ കൂടുതൽ നമ്മളുടെ ആം ഹോളിന് കൊടുത്തിരുന്നു. അപ്പോൾ നമുക്ക് 8 ഇഞ്ചാണ് ഇങ്ങനെ കിട്ടിയത്. ഇനി നമ്മൾ അതിൽ നിന്ന് 1/2 ഇഞ്ച് അങ്ങ് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് ഈ ഒരു ഭാഗത്തു നിന്ന് മാത്രം നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആ 1/2 ഇഞ്ച് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ആ മാർക്ക് ചെയ്തെടുത്തൂടെ മാത്രം നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇത്രയും ഭാഗം മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റുന്നു. ഇനി നമ്മളിതിനെ നിവർത്തുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബാക്ക് പോർഷനും ഫ്രണ്ട് പോർഷനോടെ സെപ്പറേറ്റ് പോലെ നിവർത്തിയിടുകയാണ് ചെയ്യുന്നത്. കാരണം നമ്മുടെ ഫ്രണ്ട് പോർഷനിൽ നമുക്ക് കുഴിച്ച് കട്ട് ചെയ്തെടുക്കാനായിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ ചെയ്തിട്ടില്ല. ഇത്രയും ഭാഗം ചെയ്തതിന് ശേഷം അങ്ങനെയുള്ള കാര്യം ചെയ്താൽ മതി ഇതുപോലുള്ളതിനെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ചെയ്ത് കൊടുക്കാഞ്ഞത്. എന്നിട്ട് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് നമ്മൾ
ഇതെല്ലാം മടക്കി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ കറക്റ്റായിട്ടായിരിക്കണം മടക്കി കൊടുക്കുന്നത്. ഒരു അല്പം പോലും വ്യത്യാസം വരാൻ പാടില്ല. ആ രീതിയിൽ നല്ല നീറ്റായിട്ട് നമ്മളിങ്ങനെ മടക്കി കൊടുത്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ സ്ട്രെയിറ്റ് ആയിട്ട് നേരത്തെ കട്ട് ചെയ്ത പോയിൻ്റ് ഇതാണ്. അത് ആ പോയിൻ്റ് അവിടെയുണ്ട്, അത് നമ്മളൊന്ന് തെളിച്ച് കൊടുക്കുന്നതേ ഉള്ളൂ. എന്നിട്ട് അവിടെ നിന്ന് നമ്മൾ അകത്തേക്കൊരു 1/4 ഇഞ്ച് ഫ്രണ്ട് പോർഷനിലാണ് നമ്മളിത് ചെയ്ത് കൊടുക്കുന്നത്. 1/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ ഒരു ഭാഗം ഇതുപോലെ ഇങ്ങനെ നമ്മൾ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മളിതുപോലെ ഇങ്ങനെ വരച്ച് കൊടുക്കുന്നു. ഇനി നമ്മൾ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഭാഗം നമ്മളിങ്ങനെ കുഴിച്ച് ഇത്രയും മാത്രം നമ്മൾ സാധാരണ എല്ലാത്തിനും നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളിത് സ്റ്റിച്ചൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പം റെഡിയായിട്ട് ലഭിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് കട്ട് ചെയ്യുന്നത്. അപ്പം നമ്മൾ ബാക്ക് പോർഷനുമായിട്ട് ആ സൈഡിൽ അത്രയും വ്യത്യാസമുണ്ട്. ആ രീതിയിലാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തത്. ഇനി നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് മടക്കിയിട്ട് കൊടുത്ത് ബാക്ക് പോർഷനാണ് നമ്മൾ നല്ല നീറ്റായിട്ട് വെച്ച് കൊടുക്കേണ്ടത്. ഇനി 2 ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് ഈ ഷോൾഡർ പോയിൻറ്റിൽ നിന്ന് സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് നമ്മളിങ്ങനെ കറക്റ്റ് എത്രയാണെന്നുള്ളത് മെഷർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്കിപ്പോൾ 8 ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മളുടെ ക്ലോത്തിനെ നമ്മൾ 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. 2 സ്ലീവിനുമായിട്ട് നമ്മളിപ്പം 4ആയിട്ട് ഫോൾഡ് ചെയ്ത് ക്ലോസ് ആയ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന രീതിയിൽ വെച്ച് കൊടുക്കുന്നു. ഈ 8 ഇഞ്ച് നമുക്ക് ആം ഹോളിൻ്റെ ആ 8 ഇഞ്ച് ക്ലോസ് ആയ സൈഡിൽ നിന്ന് എവിടെയാണോ വരുന്നത് അവിടെ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. 2 ഇഞ്ച് നമ്മളിതുപോലെ തയ്യൽ തുമ്പും മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മളുടെ സ്ലീവിൻ്റെ ഡൗൺ വേഡ് നമ്മളൊരു 3.5 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഫോർമുല ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോസ് നമ്മൾ ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് അതിൻ്റെ കാര്യത്തെക്കുറിച്ച് കൂടുതലൊന്നും പറയുന്നില്ല. 3.5 ഇഞ്ചാണ് നമ്മൾ ഇവിടെ കൊടുക്കുന്നത്. എന്നിട്ട് ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു പോയിൻറ്റുകളെ തമ്മിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിൻറ്റിൻ്റെ കറക്റ്റ് സെൻറ്റർ എത്രയാണോ നമുക്ക് ഓരോരുത്തർക്കും കിട്ടുന്ന ആ ഒരു സെൻറ്റർ മാർക്ക് ചെയ്യുക. വീണ്ടും നമ്മൾ അവിടെ നിന്ന് ഇതിൻ്റെയും സെൻറ്റർ ഇങ്ങനെ കാണുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ഈ ഒരു പോയിൻറ്റിൻ്റെയും കറക്റ്റ് സെൻറ്റർ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഓവൽ ഷേപ്പ് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടി ഒരു 1.25 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് ഈ പോയിൻറ്റിൽ നിന്ന് നമ്മൾ 1/2 ഇഞ്ച് മുകളിലേക്ക് 1/2 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്ത് ഇങ്ങനെയൊന്ന് നമ്മൾ ഷേപ്പ് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗവും നമ്മൾ ഇതുപോലെ കറക്റ്റായിട്ട് നമ്മൾ സ്ട്രെയിറ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നു. എന്നിട്ട് ഒരു 5.5 ഇഞ്ച് നമുക്ക് എത്രയാണോ ഓപ്പൺ വേണ്ടത് അത് കൊടുക്കുക. എന്നിട്ട് 2 ഇഞ്ച് നമ്മൾ ഇങ്ങനെ തയ്യൽ തുമ്പും കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ ഒരു ഭാഗങ്ങളെ തമ്മിൽ നമ്മൾ ഇതുപോലെ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിതുപോലെ എങ്ങനെയാണോ നമ്മൾ കട്ട് ചെയ്ത് മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ചെയ്യുക. ഈ താഴ്ഭാഗത്ത് നമുക്ക് മടക്കാനുള്ളത് ഇതുപോലെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം നമ്മൾ ഈ ഭാഗങ്ങൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഒരു ഭാഗം ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ കുഴിച്ച് ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി. ഒരുപാട് വീഡിയോസ് നമ്മൾ സ്ലീവ് കട്ട് ചെയ്യുന്നത് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലെ നല്ല നീറ്റായിട്ട് നമുക്ക് ഈ സ്ലീവിൻ്റെ ഭാഗം ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ നമ്മളിങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ ഒന്നെങ്കിൽ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ നമ്മുടെ അകത്തെ ഭാഗങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കണം. നമ്മളിപ്പോൾ നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്ത് ഈ കുഴിഞ്ഞ് നിൽക്കുന്ന ഈ ഭാഗത്തു നിന്നും ഒരു 3/4 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മൾ ഇതുപോലെ കുഴിച്ച് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പോർഷനായിട്ട് മാറുന്നത്. നമ്മൾ ആ ഒരു ഭാഗം എന്നിട്ട് കട്ട് ചെയ്ത് ഇതുപോലെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് ഇതായിരിക്കും നമ്മളുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് പോർഷനായിട്ട് വരുന്നത്. അപ്പം നമ്മൾ ഇതുപോലെ മടക്കി കൊടുക്കുമ്പോൾ ഒരു വ്യത്യാസം കണ്ടോ? ഈ ഒരു ഫ്രണ്ട് പോർഷന് ഈ ഒരു ഭാഗം ഇതുപോലെ കുഴിഞ്ഞിരിക്കും. ഇനി നമ്മൾ ഈ സ്ലീവിൻ്റെ ബോട്ടം ഭാഗം ഇതുപോലെ 2 ടൈംസ് ഫോൾഡ് ചെയ്ത് ഇതുപോലെ നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് നമ്മൾ 2 സ്ലീവും ഇതുപോലെ ചെയ്ത് കൊടുത്തോണേ. ഒരേ വിഡ്ത്തിലായിരിക്കണം നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത്. ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമുക്കിപ്പോൾ ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ
ഈ ഒരു ഭാഗം ഇതുപോലെ നമുക്ക് ഈ ബോട്ടം ഭാഗം ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ കുഴിഞ്ഞ് വരുന്ന ഫ്രണ്ട് പോർഷനിലാണ് വരേണ്ടത്. അതിനായിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഈ സ്ലീവിനെ ഇങ്ങനെ മടക്കി കൊടുത്ത് കറക്റ്റ് സെൻറ്റർ കാണുക. എന്നിട്ട് ആ സെൻറ്ററിൻ്റെ ഭാഗം ഷോൾഡർ പോയിൻറ്റിലേക്ക്, അവിടുത്തെ ആ സ്റ്റിച്ചിങ് പോയിൻറ്റിലേക്ക് ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് സെൻറ്ററിൽ നിന്ന് നമ്മളങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈക്വലായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല വൃത്തിക്ക് കിട്ടുകയും ചെയ്യുവേ. അപ്പം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗമൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുമ്പം കുറേശ്ശെ പിടിച്ച് കൊടുത്ത് വളരെ സ്ലോയിൽ അങ്ങ് ചെയ്ത് കൊടുത്താൽ മതിയേ. ഒരുപാട് ഫാസ്റ്റാക്കി നമ്മൾ വിട്ട് പോകരുത്. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പം നമുക്കത് നല്ല നീറ്റായിട്ട് കിട്ടത്തില്ല. ഇതുപോലെ വളരെ സ്ലോയിൽ നമ്മളിങ്ങനെ പിടിച്ചങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മളിതിനെ ഇങ്ങനെ തിരിച്ചിടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ഇട്ടതിന് ശേഷം ആ സെൻറ്ററിലേക്ക് കൊണ്ടിടുക. എന്നിട്ട് ആ സ്റ്റിച്ചിങ് പോയിൻറ്റിൽ നിന്ന് തന്നെ നമ്മളിങ്ങനെ തുടങ്ങണം. എന്നിട്ട് ഈ ഒരു ഭാഗവും ഇതുപോലെ നമ്മളിങ്ങനെ വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് കിട്ടുവേ. അപ്പം 2 സ്ലീവും നമ്മൾ ഇതേ രീതിയിൽ അങ്ങ് ചെയ്ത് കൊടുത്തേച്ചാൽ മതിയേ. നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ സ്റ്റാൻഡപ്പ് കോളർ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഇതുപോലെ സ്വന്തമായിട്ട് സ്റ്റിച്ചൊക്കെ ചെയ്തെടുക്കാവേ. ഇനി നമ്മളിതുപോലെ 2 സ്ലീവും ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മളുടെ ഈ സ്ലീവിൻ്റെ പോർഷൻ എത്രയാണോ നമുക്ക് വേണ്ട ഓപ്പൺ ഇട്ടതിന് ശേഷം ബാക്കി നമ്മളിതുപോലെ കറക്റ്റായിട്ട് വെച്ച് നമ്മൾ സ്ലിറ്റിൻ്റെ ഭാഗം വരെയാണ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കേണ്ടത്. ആം ഹോളൊക്കെ വരുമ്പോഴും നമ്മൾ ആ കറക്റ്റായിട്ട് എവിടെയാണോ പോയിൻ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത് അതുവഴി വേണം നമ്മളിങ്ങനെ താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് കൊടുക്കാനായിട്ട്. ഈ ഒരു പോയിൻറ്റിലൂടെ നമ്മൾ ആ സ്റ്റിച്ചിങ് നമ്മൾ തയ്യൽ തുമ്പ് ഏറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2 ഇഞ്ചാണ് കൊടുക്കുന്നത്. ഇനി അത്രയും വേണ്ടാത്തവർ 1.5 ഇഞ്ച് കൊടുത്താൽ മതി. ഹിപ്പിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോൾ നമ്മൾ ഇവിടെ 1 ഇഞ്ചേ കൊടുക്കുന്നുള്ളേ, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണേ. എന്നിട്ട് നമ്മൾ അവിടെ ഇങ്ങനെ ഒന്ന് ലോക്ക് ഇട്ടതിന് ശേഷം വീണ്ടും നമ്മൾ സ്റ്റിച്ച് ചെയ്ത പോയിൻറ്റിൽ നിന്ന് ഒരു 1/4 ഇഞ്ച് വ്യത്യാസപ്പെടുത്തി നമ്മൾ ഒന്നുകൂടി ഇങ്ങനെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു സൈഡിൽ 2 ടൈംസ് സ്റ്റിച്ച് വീഴുകയും ചെയ്യും. നമ്മളുടെ ഹിപ്പിൻ്റെ ഭാഗം നല്ല സ്ട്രോങ് ആയിട്ട് കിട്ടുകയും ചെയ്യുവേ. ആ രീതിയിലായിരിക്കും നമ്മൾ ഇതുപോലെ തയ്യൽ തുമ്പൊക്കെ നമുക്ക് ഏറെയുണ്ട്, ആ രീതിയിലാണ് നമ്മളിങ്ങനെ ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഈ ഹിപ്പിൻ്റെ പോർഷനിൽ 1 ഇഞ്ചാണ് നമ്മൾ വിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതുവഴിയാണ് നമ്മൾ സ്ലിറ്റ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഏറ്റവും ഒരു ബോട്ടം ഭാഗത്തിൽ ഏറ്റവും താഴെ നിന്ന് നമ്മളിങ്ങനെ 2 ടൈംസ് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരേ ലെവലിൽ ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. ഇവിടെയും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ കുറേശ്ശെയായിട്ട് അങ്ങ് ചെയ്ത് കൊടുത്താൽ മതി. ഒരുപാട് എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് അങ്ങ് പിടിച്ച് ചെയ്ത് കൊടുക്കണ്ട. കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുക. എന്നിട്ട് നമ്മൾ ഇവിടേക്ക് ആ കറക്റ്റ് പോയിൻറ്റിലേക്ക് വരുമ്പോൾ അവിടവും നമുക്ക് ഇങ്ങനെ വന്ന് കറക്റ്റായിട്ട് അവിടെ സൂചി നമ്മൾ കുത്തി വീണ്ടും നമ്മളിങ്ങനെ തിരിക്കുക. എന്നിട്ട് അടുത്ത ഭാഗത്തേക്ക് ഇതുപോലെ തന്നെ നമ്മളിങ്ങനെ വയ്ക്കുക. വീണ്ടും സൂചി കുത്തുക, എന്നിട്ട് തിരിക്കുക, എന്നിട്ട് വീണ്ടും താഴേക്ക് അങ്ങ് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ അങ്ങ് കൊടുത്തേച്ചാൽ മതിയേ. ഇനി നമ്മളിതുപോലെ ബോട്ടം ഭാഗം ഇതുപോലെ അങ്ങ് താഴേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിൽ തുടങ്ങി നമ്മൾ അടുത്ത സൈഡിലെത്തുന്നു. ബോട്ടം ഭാഗം ഇതുപോലെ നമ്മൾ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് തിരിച്ച് നമ്മളുടെ ഈ ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ കൊണ്ടിരുന്നു. അവിടവും നമ്മൾ ഇതുപോലെ 2 ടൈംസ് മടക്കി കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെല്ലാം എടുത്തിരിക്കുകയാണ്. നല്ല നീറ്റായിട്ടുള്ള ഒരു സ്റ്റാൻഡപ്പ് കോളറോട് കൂടിയിട്ടുള്ള ഒരു കുർത്തിയാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത്. നമ്മൾ സ്വന്തമായിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെയൊക്കെ എടുക്കാൻ സാധിക്കുമേ. നമുക്ക് ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമൊക്കെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ ലഭിച്ചിട്ടുണ്ട്. ബോട്ടം ഭാഗമൊക്കെ ഇതുപോലെയാണ് നമ്മളിപ്പോൾ സ്ലിറ്റ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നല്ല നീറ്റായിട്ട് നമുക്കിങ്ങനെ കിട്ടിയിട്ടുണ്ട്. ബാക്ക് പോർഷൻ ഇതുപോലെ കിട്ടുമേ. അപ്പം നമ്മളിങ്ങനെ നല്ല കഴുത്തിലേക്ക് കയറി നമ്മളുടെ നിൽക്കുന്ന രീതിയിലായിരിക്കും ഈ സ്റ്റാൻഡപ്പ് കോളർ നമ്മളിട്ട് കഴിഞ്ഞാൽ കിട്ടുന്നത്. നല്ല പെർഫെക്റ്റായിട്ട് ഓരോരുത്തർക്ക് സ്വന്തമായിട്ട് അവനവൻ്റെ അളവിൽ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മളിവിടെ എല്ലാ അളവുകളും പറഞ്ഞിരിക്കുന്നത്. കമൻറ്റ് തീർച്ചയായിട്ടും ചെയ്യണേ. അപ്പോൾ സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.